ശ്രീ പാണ്ഡ്യാല ഷാജി, ഇത് ആശയ സമരമാണോ ആമാശയ സമരമാണോ? അണികൾ നേതാക്കന്മാരുടെ തനി നിറം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അബദ്ധസഞ്ചാരികളെയും പാർട്ടിയെ വിറ്റ് പുട്ടടിക്കുന്നവന്മാരെയും ഇനിയും സഹിക്കാനാവില്ലെന്നൊരു വിഭാഗം തെരുവിലിറങ്ങി പറയുമ്പോൾ ഈ പാർട്ടി പൂർണ്ണമായും ചീഞ്ഞളിയുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മിസ്റ്റർ നമ്പ്യാർ, ഈ പാർട്ടി അതിൻ്റെ സമ്പൂർണമായ ആത്മനാശത്തിലേക്കുള്ള യാത്രയാണ്. ഇത് ഞാൻ സാധാരണ നിലയിൽ ഈ ഡിബേറ്റിൽ വന്നിരിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിരന്തരമായി ഞാൻ ആവർത്തിക്കുന്ന സംഭവമാണിത്. ഈ ചർച്ചക്കകത്ത് പങ്കെടുക്കുമ്പോഴും ഞാൻ വളരെ ഹൃദയവേദനയോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ജാഥക്കകത്ത് പങ്കെടുത്തിട്ട് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവർ ഉയർത്തുകയും അവർ പറയുകയും ചെയ്യുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ന് മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത്തരം ഒരു അപജയത്തിലേക്ക് യാത്ര ആരംഭിച്ചത് എന്നതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ആദ്യമധ്യാന്തമായിരിക്കുന്ന ഒരു ഉത്തരം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ പാർട്ടി സെക്രട്ടറിയായി അയാൾ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സാമ്പ്രദായികവും സാമൂഹികവും രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ അതിൻ്റെ എല്ലാവിധ സംഘടനാ മര്യാദകളെയും കാറ്റിൽ പറത്തി അതിനെ പുനഃസംഘാടനം ചെയ്യുകയായിരുന്നു ഇയാൾ. ഈ പുനഃസംഘാടനം ഇയാൾ നടത്തിയതിൽ പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് അയാൾ യാത്രയൊരുക്കുകയും അയാൾ അതിൽ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ മുകളിൽ നിന്ന് താഴേക്ക് പാർട്ടിയെ ഇയാൾക്ക് അനുസൃതമായ രീതിയിലേക്ക് ഇയാൾ ഇതിനെ വീണ്ടും കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അനിവാര്യവും സ്വാഭാവികവുമായ രാഷ്ട്രീയ ദുരന്തമാണ് സത്യത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആഫീസിലേക്കാണ് പാർട്ടിയുടെ സഖാക്കൾ ജാഥ നയിക്കുന്നത്. ചെറുതല്ല വിഷയം. അനധിവിദൂര ഭാവിയിൽ, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നതല്ല ഇത്, അനധിവിദൂര ഭാവിയിൽ ഈ ഇത്തരത്തിലുള്ള ജാഥകൾ ഇവിടത്തേക്കും വരുമെന്നറിയോ? അത് അതിന്റെ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇതിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയണമെന്ന മറ്റൊരു വിഷയം, ആരാണ് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ റോൾ മോഡൽ ആരാണ്? ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അത് മറ്റാരുമല്ല, അത് ചെഷസ്ക്യൂ ആണ്. മാത്രമോ ചെഷസ്ക്യൂവിന്റെ ഭാര്യയാണ്. ഈ പറയുന്ന സ്ത്രീകൾ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യം ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്താണ്? സ്ത്രീകളോട് മാന്യമായി പെരുമാറുക എന്നുള്ളതാണ്. ഞാൻ ഈ കരുനാഗപ്പള്ളിയിലും കൈവെള്ളയിലിട്ട് നടക്കുന്ന പോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. കൈവെള്ളയിലിട്ട് അടിക്കുന്ന പോലെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ കരുനാഗപ്പള്ളിയിൽ CPIMന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ ഫാക്ഷന് ഭൂരിപക്ഷം കിട്ടുന്നത് എപ്പോഴാണ്? കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന VS പക്ഷത്തിന്റെ ഏറ്റവും വലിയ സമര സംഘാടകനും നേതാവുമായിരിക്കുന്ന PR വസന്തൻ. ഈ PR വസന്തനെ ഈ പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചേരിയിലേക്ക് അടർത്തി മാറ്റിയതോട് കൂടിയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന കൊല്ലം ജില്ല പിടിച്ചെടുക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടം സ്റ്റെപ്പ് വെക്കുന്നത് അവിടെ വെച്ചാണ്. അതിൽ പിന്നീട് PR വസന്തൻ എന്തൊക്കെ നേരത്തെ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു, ആ ക്വാളിറ്റികൾ മുഴുവൻ തന്നെ ഇല്ലാതായി തീരുകയും ഒരുപക്ഷെ കേരളത്തിനകത്ത് ഏറ്റവും എന്താ പറയുക മലീമസമായ അഴിമതി ആരോപണങ്ങൾ, ലൈംഗിക അരാജകത്വങ്ങൾ, എന്താ പറയുക ഹോമോസെക്സുകൾ, സ്പിരിറ്റ് കടത്തുകൾ, ഇങ്ങനെ വരാവുന്ന സർവ്വ സംഭവത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട കൂത്തരങ്ങായിട്ട് മാറുകയാണ് ചെയ്തത്.